നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചത് റെയിൽവേയുടെ തുടർച്ചയായിട്ടുള്ള അലംഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ലാതെ വന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കണമെന്നും അത് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് കൊടുക്കണമെന്നും നിർദ്ദേശിച്ചത്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിപ്പോൾ ഉണ്ടല്ലോ. ഈ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ജോയിയെ കണ്ടെത്തുക എന്നതാണ്. ഇപ്പം അതാണ് പ്രധാനപ്പെട്ട കാര്യം. ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു നാട് മുഴുവൻ ഇങ്ങനെ ഉത്കണ്ഠയുടെയും ആകാംക്ഷയുടെയൊക്കെ മുൾമുനയിലാണ്. റെയിൽവേയുടെ തുടർച്ചയായ അലംഭാവമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതേസമയം സൈനികരടക്കമുള്ളവർ റെയിൽവേ സ്റ്റേഷനിലടക്കം എത്തിയിട്ടുണ്ട്. വീണ്ടും പരിശോധന നാളെ തുടരും. റെയിൽവേയുടെ തുടർച്ചയായ അലംഭാവം അടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ വലിയ അപകടത്തിന് കാരണമായതെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കോർപ്പറേഷൻ അനുമതി ചോദിച്ചിട്ടാണോ കത്ത് കൊടുക്കുക? ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കണ്ടേ? ആരാണിത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏത് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈക്കോടതി പറഞ്ഞ കാര്യമുണ്ട്, കൺട്രോളറിൻ്റെ ഓഡിറ്റർ ജനറൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്, രേഖകൾ അനവധിയുണ്ട്. ആരുടെ ഉത്തരവാദിത്തമാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട്? ഇത്തരം ഉദ്യോഗസ്ഥരാണോ റെയിൽവേയിൽ ഇരിക്കുന്നത്? അല്ല, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പകതിരിവില്ലാത്ത ആളുകളാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല എന്ന്. ഇപ്പോൾ ഇത് പറയേണ്ട സമയമല്ല. അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം. ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം പി രാജേഷ്. റെയിൽവേയുടെ തുടർച്ചയായ അലംഭാവമാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന് കാരണമായതെന്ന് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. രേഖകൾ അനവധിയുണ്ട്. ആരാണ് ഇത്തരത്തിൽ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ നിർവഹിക്കാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളും അറിയാനുണ്ട്.